കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. That the name of God be glorified. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The presence of the Lord is in our midst. ആ സാന്നിധ്യത്തിൽ നിന്നും തേജസ്സിലേക്കുള്ള പ്രോഗ്രസീവായ ഷിഫ്റ്റുകൾ നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. And God is shifting us from the presence of God to the glory of God. നമ്മുടെ അകത്തും നമ്മുടെ മേലും നമ്മുടെ മധ്യത്തിലുമൊക്കെ അതിൻ്റെ വർധനവ് കർത്താവ് ചെയ്യുന്നുണ്ട്. God is increasing that in within us and upon us and among us. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നമ്മുടെ സഭയിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഒരിക്കലും നമ്മൾ ആരെയും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒന്നും ഉത്സാഹിപ്പിക്കത്തില്ല. You need to know that in this congregation we don't force anyone to sing, to worship or to pray. നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല, ചുമ്മാ ഇരുന്നാൽ മതി. If you don't feel anything, you can sit simply. നിങ്ങളെ കൈയടിക്കാൻ പറയത്തില്ല. We will not tell you to clap your hands. 3 ഹല്ലേലൂയ പറയാൻ പറയത്തില്ല. We will not tell you to say 3 hallelujahs. ചുമ്മാ ഇരുന്നാൽ മതി. You can sit simply. ആമേൻ. ആരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല അങ്ങനെ ചെയ്യാനായിട്ട്. We don't encourage anyone to do anything. കാരണം നിങ്ങളുടെ അപ്പനോട് വർത്തമാനം പറയാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. Do I need to encourage you to talk to your father? Come on. നിങ്ങളുടെ അപ്പനോട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കണം. Do I need to encourage you to talk to your father? അങ്ങനെയെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട്. If it's so, then I have a problem. ഇവിടെ വർഷിപ്പ് ലീഡേഴ്സ് ഒന്നുമില്ല. Here we don't have any worship leaders. ഇവിടെ നിൽക്കുന്നവർ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. Those who stand here, they give praise to God. അവർ ദൈവത്തെ മഹത്വീകരിക്കും. They glorify God. അവന്റെ സ്തുതികളെ വിവരിക്കും. And they declare the praises of God. അവൻ ആരാധന കൊടുക്കും. They worship God. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. And you can follow that. ആമേൻ. Amen. നിങ്ങൾ ഒരിക്കലും ഉത്സാഹിപ്പിക്കത്തില്ല. We will never encourage you. വചനം പഠിപ്പിക്കും. We will teach the word. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We'll pray for you. പക്ഷേ സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും അത് നിങ്ങളുടെ അകത്തുനിന്ന് വരേണ്ടതാണ്. But praise and worship must come from within you. വർഷിപ്പ് ലീഡിംഗ് എന്ന് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല, ഇവിടെ നിന്ന് ആരാധിക്കുന്നവരാണ്. The worship leaders are not making you to worship, but they stand here and they worship God. നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം, അതിന് കൂടെ വരണം. You can join together with them. ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തേക്ക് നിറയെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. We need to surrender ourselves for the presence of God to fill within us. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങളെ ആരും നഴ്സറി സ്കൂളിലെ അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ LKGയിലെ കുഞ്ഞുങ്ങളായി കാണുന്നില്ല. I don't see any of you as a kindergarten children. ക്രിസ്തുവിൽ മുതിർന്നവരാണ്. You are all mature in Jesus. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമ്മൾ പ്രാപ്തരാണ്. We are able to teach others. Amen. Amen. ഹല്ലേലൂയ. Hallelujah. മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. We are able to make others to grow. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളെ സെൻസ് ചെയ്യാനുള്ള വലിയ കൃപ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുക. So we are receiving the grace of God to sense the work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ വേഗത്തിൽ സംഭവിക്കും. And soon great works of Holy Spirit will happen in our midst. കർത്താവ് ഓരോ വ്യക്തികളെയും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. God is healing each and every person. ഓരോ വ്യക്തികളെയും വിടുവിച്ചുകൊണ്ടിരിക്കുക. He is delivering each and every person. ഓരോ വ്യക്തികളെയും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. He is sanctifying every people. ഓരോ വ്യക്തികളെയും പുതുക്കിക്കൊണ്ടിരിക്കുക. He is renewing every person. ഓരോ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. He is transforming every person. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ അകത്ത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. A great work of God is happening within us. വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. A great change is happening within വലിയ us. ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. Great sanctification is happening വിശേഷാൽ within ഈ us. 40 days ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൽ ദൈവം തന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങളുണ്ട്. Especially for this 40 days fasting prayer, God has given 3 important things to us. നമ്മുടെ അകത്തുള്ള നിക്ഷേപങ്ങളെ, വിശേഷ ദുർനിക്ഷേപങ്ങളെ കണ്ടെത്തണം.
we need to find out the treasures which is within our hearts, especially the bad treasures. നമ്മുടെ അകത്ത് ഒത്തിരി ദുർനിക്ഷേപങ്ങളുണ്ട്. There are a lot of bad treasures within our നമ്മൾ hearts. കഴിഞ്ഞ ചില ആഴ്ചകളായി അതിനെക്കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ടിരിക്കുക. And from the past few weeks, we have been speaking about it. പാരമ്പര്യമായി നമ്മുടെ അകത്ത് വന്ന ദുർനിക്ഷേപങ്ങളുണ്ട്. There are a lot of bad treasures that came to us from our genetics. ഒത്തിരി നന്മകളൊന്നും നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിട്ടില്ല. We usually do not get much good treasures from our past generations. ഈ നമ്മുടെ ആളത്വത്തിൽ, നമ്മുടെ ടെമ്പർമെൻറ്റിൽ, ജന്മസ്വഭാവത്തിൽ, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ കിടക്കുന്നത് ഒത്തിരി വന്ന പാരമ്പര്യമായ അശുദ്ധികളാണ്. Many filthiness remain in our character, in our natures, all came from our genetics. അതെല്ലാം കണ്ടുപിടിക്കണം. We need to find all of that. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം. We need to stand with that. അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. We need to pray for that to be removed. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയെ പ്രാവർത്തികമാക്കണമെന്ന്. The scripture says we need to work out our own salvation with fear and trembling. Amen. Amen. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം എന്ന കൽപ്പന. The command is that because we have these promises, we need to cleanse ourselves from all the filthiness of the flesh and of the spirit, and perfect holiness in the fear of the Lord. ദൈവഭയത്തിൽ, in the fear of the Lord, വിശുദ്ധി തികയ്ക്കണമെന്ന്. we need to perfect holiness. നാം നമ്മെ തന്നെ വെടിപ്പാക്കണമെന്ന്. We need to cleanse ourselves. ചെയ്യാറുണ്ടോ? Do we do that? നമ്മൾ പകൽ മൊത്തം വേല ചെയ്ത് അല്ലെങ്കിൽ ഓടി നടന്ന് ഓഫീസിലോ വഴിയാത്രയിലൊക്കെ പോയിട്ട് വരുമ്പം ദേഹത്തൊക്കെ വിയർപ്പും അഴുക്കും പറ്റുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് അത് സോപ്പിട്ട് കഴുകി ശുദ്ധീകരിക്കുക അല്ലേ? During the day when we walk around, we go to do our jobs, and when we come back home and we are dirty, we cleanse ourselves with water and soap. നമുക്ക് കാണാം, അഴുക്ക് കാണാം, അതുകൊണ്ട് നമ്മൾ അതിനെ കഴുകി, അല്ല നാറ്റം വരും അല്ലേ? We see dirt and we clean it because otherwise there will be a smell. നമുക്കാണ് നാറ്റമുണ്ട് അല്ലേ? And we feel that odor. നമ്മൾ കഴുകി ശുദ്ധീകരിക്കും. So we clean and we sanify. പക്ഷെ നമ്മുടെ അകത്തോട്ട് നമ്മൾ എത്ര സമയം നോക്കാറുണ്ട്? But how many times do we look within ourselves? നോക്കിയാൽ തന്നെ കാണത്തില്ല. Even if you look, you don't see it. കാരണം നോക്കുന്ന കണ്ണും അശുദ്ധമായതുകൊണ്ട്. Because the eyes that we used to see is also unclean. അപ്പോൾ നമുക്കൊരു വലിയ ആഗ്രഹം വേണം. So we need a great desire. ഭയവും വിറയലും വേണം. We need a fear and trembling. കാരണം ചില വലിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. Because God has chosen us to obtain great promises. അവനെ തന്നെ പ്രാപിക്കാൻ. It is to obtain or receive himself. അവനെ തന്നെ നമ്മളിലേക്ക് തരാൻ. To give himself to us. നമ്മെ അവന്റെ ആലയമാക്കി. To make us his temple. അവന്റെ തേജസ്സിന് കാബോദിന് നമ്മൾ ഓഹരിക്കാരാക്കിയിരിക്കുകയാണ്. And he has made us inheritors of his glory. നിത്യത മുഴുവനും അവന്റെ കൂടെ താമസിക്കാൻ വിളിച്ചിരിക്കുകയാണ്. And he has called us to live eternity with him. അവന്റെ മക്കളും പ്രിയ മക്കളുമായി പുത്രന്മാരും പുത്രിമാരുമായി അവന്റെ കൂടെ വസിക്കാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. He has called us to dwell with him as his children, as his beloved children, sons and daughters. ആ വിളിക്കപ്പെട്ടവരുടെ സംഖ്യ പൂർണ്ണമാകുമ്പോൾ യേശു മടങ്ങി വരും. And when the number of the people who have been called are fulfilled, Jesus will come back. ഹല്ലേലൂയ. Hallelujah. വെളിപ്പാടിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ അകത്ത് നമ്മെ തന്നെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ദുർനിക്ഷേപങ്ങളെ നീക്കം ചെയ്യുന്നത്. So when we live in this revelation, we remove these bad treasures from within our hearts. ഹല്ലേലൂയ. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. We need to spend time for that. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മുടെ അധ്വാനം കൊണ്ട് ഇതൊന്നും മാറിപ്പോകുന്നില്ല. But we understand one thing, with all our efforts, these things are not going out. അതേ അശുദ്ധി വീണ്ടും വീണ്ടും The വന്നുകൊണ്ടിരിക്കുക. same filth and uncleanness again comes up. ആ അശുദ്ധി വെളിപ്പെടുമ്പോൾ അത് പാപമാകുകയാണ്. And when that uncleanness manifests, it becomes sin. അത് നമ്മെ And മലിനപ്പെടുത്തുക. it defiles us. നമ്മൾ വീണ്ടും വീണ്ടും നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. And we are trying to sanify us again and again. അപ്പോൾ മനസ്സിലായി, എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. So now I understood that it's not possible by me. അപ്പോഴാ കർത്താവേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. That's when I pray, Father, give me grace. നിന്റെ വിശുദ്ധിയുടെ
ആത്മാവിനെ, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവിനെ എനിക്ക് തരണമേ. And I pray that give me the spirit of holiness. നിന്റെ വചനത്തെ എനിക്ക് തരണമേ. Give me your word. അങ്ങനെ ദൈവം വിശുദ്ധിയുടെ ആത്മാവിൽ തന്റെ വചനത്തെ കൊണ്ടൊക്കെ നമ്മൾ വിശുദ്ധീകരിക്കണം. And God will sanctify us by his word and by the spirit of holiness. നമ്മുടെ ഭാഗത്തു നിന്ന് അവൻ അത്ര ക്രിയാത്മകമായ സഹകരണം ആവശ്യമാണ്. And from our side he needs an active participation. ഹല്ലേലൂയ. Hallelujah. അവൻ നമ്മളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കും. He will completely sanctify us. അതിനുവേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. And for that very reason Jesus died on the നമ്മളെ cross. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തേജസ്സോടെ പിതാവിന്റെ മുമ്പിൽ നിർത്താൻ വേണ്ടിയാണ് യേശു മരിച്ചത്. Jesus died to present us holy, blameless and above reproach before the presence of the Father. അതവൻ ചെയ്തിരിക്കും. And he will do it. യേശു മരിച്ച് തന്നെ നമ്മളെ നിഷ്കളങ്കരാക്കാൻ വേണ്ടി, Jesus died to make us blameless, കുറ്റമില്ലാത്തവരാക്കാൻ വേണ്ടി, without any sin, വിശുദ്ധരാക്കാൻ വേണ്ടി, to make us holy. അതിന് മാറ്റം വരത്തില്ല. There is no change for that. അതവൻ ചെയ്തിരിക്കും. And he will do it. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. He who called you is faithful and he will fulfill it. Amen. Amen. നമ്മൾ ഇത്രയും ഞെരുങ്ങുമ്പോഴും ഇത്രയും പ്രയാസം അനുഭവിക്കും, ഇത്രയും അശുദ്ധിയൊക്കെ വെളിപ്പെടുമ്പോഴും നമ്മൾ ആ പ്രത്യാശ നിൽക്കണം. Even though we struggle so much and all this uncleanness manifest, we need to stand in that hope. അവനത് നിവർത്തിക്കും. He will fulfill it. അവൻ എന്നെ തേജസ്കരിക്കും. He will glorify me. അത് അവന്റെ പദ്ധതിയാണ്. That is his purpose. ഒരു മാറ്റം There is വരത്തില്ല. no change for that. നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. We need to stand with him. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്തെ പോയിന്റ്, നമുക്കൊരു അതിശ്രേഷ്ഠ വിശ്വാസം ഉണ്ടാകണം. Second point is that we need a great faith. ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഏറ്റവും മുന്തിയ വിശ്വാസം, ശ്രേഷ്ഠ വിശ്വാസം. The finest and the greatest faith. അല്ലെങ്കിൽ ശിശു സഹജമായൊരു വിശ്വാസം, Or a childlike faith. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത്. That kind of faith should come in our hearts. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ എല്ലാം നമ്മിൽ നിറവേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. We have come to this time when the promises of God, all the promises of God that God has given us is going to be fulfilled in us. എൻ്റെ കാര്യം പറഞ്ഞ നാലോ അഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയുള്ള ദൈവിക ദർശനത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ്. If I tell about myself, I'm still standing for the visions God has given me when I was 4 or 5 years old. ഞാൻ ആരുടെയും പ്രസംഗം കേട്ടോ അല്ലെങ്കിൽ സ്നാനപ്പെട്ട ശേഷമോ ആത്മാവിനെ പ്രാപിച്ച ശേഷമോ ഒന്നും ഉണ്ടായ കാര്യമല്ല പറയുന്നത്. വളരെ കുഞ്ഞു പ്രായത്തിൽ 4 or 5 വയസ്സുള്ളപ്പോൾ ദൈവം എൻ്റെ അകത്ത് നിക്ഷേപിച്ച ചില ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. Not because I heard someone preach or when I got baptized, but when I was 4 or 5 years old, God has invested in me a vision, and for that very reason I still stand here. ഈ രാത്രിയൊക്കെ കർത്താവേ, ഇപ്പോൾ എനിക്ക് 55 വയസ്സായി, 50-ലധികം വർഷമായി നീ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. And during the nights I pray to God, Father, now I'm 55 years old, and more than 50 years I have been waiting for your promises. 50 വർഷം ദൈവത്തിന് വലിയ ദീർഘമായ വർഷമൊന്നുമല്ല. It's not a long years for God. നമുക്കാണ് 50 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ദീർഘം, ലെങ്ത് ആയിട്ടിരിക്കുന്നത്. It's for us, we feel it's very lengthy. ഈ ദൈവം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 50 വർഷം കൊണ്ട് ചെയ്തത് അവൻ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും. When God comes down, all what you have accomplished during your 50 years, he will complete or accomplish it in 1 hour. വിശ്വാസമില്ല. Come on church. നിങ്ങളെ ഞാൻ പ്രസംഗിച്ച ഇളക്കത്തില്ല എന്നെനിക്കറിയാം. You know that I don't preach and make you get emotional. പക്ഷെ നിങ്ങൾ വചനത്തോട് നിങ്ങളുടെ ആത്മാവിൽ പ്രതികരിക്കണം. But you need to react in your spirit to the കഴിഞ്ഞ word. 50 വർഷം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ 50 വർഷം കൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും കൂടെ
ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയാൽ 1 മണിക്കൂർ കൊണ്ട് നടന്നിരിക്കും. All the things that you have been accomplishing from all these 50 years, when God's glory comes down, He will accomplish it in 1 hour. യേശു കർത്താവ് പ്രസംഗിച്ചിട്ട് അവസാനം 500 പേരെ ഉള്ളായിരുന്നു. Jesus Christ preached and there was like 500 people who believed. മൊത്തം കണക്കെടുത്തപ്പോൾ ഉയർപ്പിന് ശേഷം കർത്താവ് മാക്സിമം എത്ര പേർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? 500 പേർക്ക്. After when we calculate it all together, after the resurrection of Jesus Christ, how many people did He manifest Himself to? There was only 500 people at a time. അത്രയും പേരേ ഉള്ളൂ. It's only that much people. 3.5 വർഷം പ്രസംഗിച്ചിട്ടും കർത്താവിന് 500 പേരെ കിട്ടിയുള്ളൂ. He preached for 3.5 years and he only got 500 people. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് 120 ആൾക്കാരേ ഉള്ളൂ. And when it came to the end, there was only 120 people remaining. ശരിയല്ലേ? കാത്തിരിക്കാൻ എത്ര പേരുണ്ടായിരുന്നുള്ളൂ? 120 പേരേ ഉള്ളൂ. There was only 120 people to wait for the promise. പക്ഷെ പത്രോസ് ഒരൊറ്റ 5-7 മിനിറ്റിന്റെ പ്രസംഗത്തിൽ 3000 പേരെ അങ്ങ് രക്ഷിച്ചു. But Peter, he preached only for like 5 or 7 minutes and 3,000 people were saved. യേശു 3 വർഷം പ്രസംഗിച്ചിട്ട്, ഇത് എൻ്റെ കാൽക്കുലേഷനാണ്, കറക്റ്റ് ആവാം അല്ലതാകാം, ഒരു 500 പേരെ കിട്ടിയുള്ളൂ കർത്താവിന്. It's my calculation, it can be right or wrong, but when Jesus preached for 3.5 years, he only got 500 people at the end. Amen. Amen. പത്രോസിന്റെ മേൽ തേജസ് ഇറങ്ങിയപ്പോൾ ഒരു 7 മിനിറ്റ്സിന്റെ പ്രസംഗത്തിനകത്ത് 3000 പേർ അങ്ങ് സ്നാനപ്പെട്ടു. But when the glory came upon Peter and he preached for like 5 to 7 minutes, 3,000 people were baptized. അതുകൊണ്ട് കാലങ്ങൾ പോയി എന്ന് ഓർത്ത് ആരും ഭാരപ്പെടണ്ട. So nobody needs to worry about the time that you have lost or much time has been spent. അപ്പോൾ ദൈവം പറഞ്ഞ കുറേ വാഗ്ദത്തങ്ങളുണ്ട്. God has given many promises. ദൈവം പറഞ്ഞ കുറേ പ്രവചനങ്ങളുണ്ട്. God has given many prophecies. എനിക്കുമുണ്ട്, നിങ്ങൾക്കും വേണ്ടിയുണ്ട്. I also have and you also have. അതെല്ലാം വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുക. And we have reached to that season or age when all this will be fulfilled. പക്ഷെ അതിന്റെ കുഞ്ഞു കാര്യം കൂടെ വേണം. But for that there is a small thing that we need. വിശ്വാസം. Faith. Finest of faith. അതിശ്രേഷ്ഠകരമായ വിശ്വാസം. We need that finest of faith, the greatest faith. അപ്പോൾ ഞാൻ നടന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എനിക്ക് ഫൈനസ്റ്റ്, കർത്താവ് എന്ന വാക്കാ ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്ത്, ആ വാക്ക് എനിക്ക് അങ്ങനെ കിട്ടിയതാ. പിന്നെ കിട്ടി അതിശ്രേഷ്ഠ വിശ്വാസം കർത്താവ് തരണമേ എന്ന് എനിക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. So God gave me this word finest of faith and then I was praying to God to give me this finest of faith. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊന്നും എൻ്റെ അകത്തില്ല. When I looked into myself, I don't have it in my heart. ഞാനിങ്ങനെ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സാധനം വരുന്നില്ല, വരുന്നില്ല. I tried to generate it but it's not coming. വചനം കിട്ടി, വിശ്വാസത്തിൻ്റെ ആത്മാവ് നമുക്കുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. Then I got this scripture, because we have the spirit of faith, we all believe. Amen. നമുക്ക് എന്തുണ്ട്? വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്. What do we have? We have the spirit of faith. അപ്പോൾ ഈ അതിശ്രേഷ്ഠ വിശ്വാസം എന്റേതല്ലെന്ന് മനസ്സിലായി. So I understood that this finest of faith is not mine. അത് എനിക്ക് ജനറേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് മനസ്സിലായി. And I also understood I cannot generate it. അത് ദൈവം എനിക്ക് തരുന്നതാണ്. That is something which God gives me. അത് തരാനാണ് the spirit of faith, വിശ്വാസത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നു. And to give us that finest of faith, God has given us this spirit of faith to dwell in us. Hallelujah. Hallelujah. ഈ ദിവസങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. So these days you need to desire for that. പ്രാർത്ഥിക്കണം. You need to pray. ദൈവം നിങ്ങളുടെ അകത്ത് ആ ഫൈനസ്റ്റ് ഓഫ് ഫെയ്ത്ത്, അതിശ്രേഷ്ഠമായ വിശ്വാസം തരും. God will give you that finest of faith in you. Hallelujah. Hallelujah. മൂന്നാമത്തെ വിഷയം, ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് ഒരു പൂർണ്ണമായ ഷിഫ്റ്റ് നടക്കണം. The third point is we need a complete shift from walking in the flesh to walking in the spirit. നമ്മൾ ജഡത്തിലാണ്, സംശയമൊന്നുമില്ല. We are in the flesh, there is no doubt. നമ്മുടെ ബുദ്ധിക്കൊത്തവണ്ണം ജീവിക്കുക. We live according to the capability of our understanding. നമ്മുടെ ശരീരത്തിനൊത്തവണ്ണം ആഗ്രഹിക്കുക. And we desire according to our flesh. ആത്മാവിനൊത്തവണ്ണമൊന്നും അല്ല ജീവിക്കുന്നത്. We are not living according to the spirit. നമ്മളങ്ങ് പറയാ നമ്മൾ ഭയങ്കര ആത്മീയരാണ്. We say that we are spiritual people. അങ്ങനെയാണോ? Are we?
എന്താ ഒരു പ്രയാസം പോലെ അല്ല. We are not. സത്യമായിട്ടൊന്ന് പറ, നമ്മളല്ല. We need to tell the truth. നമ്മൾ ആത്മീയരൊന്നും അല്ലെന്ന്. We are not spiritual. നമ്മളങ്ങ് പറയാം നമ്മൾ ആത്മീയരാണെന്ന്. And we just say that we are spiritual people. നമ്മൾ 24 മണിക്കൂർ എവിടെയാ? ജഡത്തിലാ. 24 hours we are in the flesh. നമ്മുടെ മനസ്സിനൊത്തവണ്ണം ജീവിക്കുക. We live according to our mind. നമ്മുടെ വികാരത്തിനൊത്തവണ്ണം പ്രതികരിക്കുക. We react according to our emotions. നമ്മുടെ സ്വയത്തിനൊത്തവണ്ണം നമ്മൾ തീരുമാനമെടുക്കുക. And we take decisions by our own will. അതങ്ങ് പ്രവർത്തിക്കുക. And we do it. നമ്മൾ ജഡത്തിലാ. We are in the flesh. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ പൂർണ്ണമായും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. But God desires that we completely shift from the flesh to the spirit. നമ്മുടെ മനസ്സിൽ നടക്കേണ്ട And it കാര്യമാണ്. has to happen in our minds. ആ ചിന്തകൾ നടക്കേണ്ട It has to കാര്യമാണ്. happen in our thoughts. ഈ നമ്മുടെ ആളത്വത്തിന്റെ സെൻട്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ സോളാ, പ്രാണന. The center part of our person is the soul or the mind. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്കൊരു ആത്മാവുണ്ട്, We have a spirit. നമുക്കൊരു We ദേഹിയുണ്ട്, have a soul. ശരീരമുണ്ട്. We have body. പക്ഷെ നമ്മുടെ ആളത്വത്തിന്റെ കേന്ദ്രഭാഗം നമ്മുടെ ദേഹിയാണ്. But the center part of our person is the soul. ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. He became a living soul. Adam became a living soul. Amen. ആ ലിവിങ് സോൾ, ആ ദേഹിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം. And that soul is the center part of us. നമ്മൾ ദേഹിയാണ്. We are soul. നമ്മൾ ജീവനുള്ള ദേഹിയാണ്. We are living souls. പക്ഷെ ജീവിക്കേണ്ടത് ആത്മാവിലാണ്. But we need to live in the spirit. പക്ഷെ പാപത്താൽ നമ്മൾ ആത്മാവിൽ നിന്നും ദേഹിയിലോട്ട് മാറ്റപ്പെട്ടു. But because of sin we shifted from spirit to the soul. നമ്മൾ ജഡമായി തീർന്നു. And we became flesh. ഇനി യേശുവിൽ വരുമ്പോൾ ജഡത്തിൽ നിന്നും ആത്മാവിലോട്ട് But മാറണം. now when we come to Jesus, we need to shift from flesh to the spirit. സംഗ്രഹിക്കാൻ പറ്റും. ആദം എവിടെ ആയിരുന്നു? ആത്മാവിലായിരുന്നു. Adam was in the spirit. അവൻ ആത്മകേന്ദ്രീകൃതനായിരുന്നു. He was a spirit-centered man. അവൻ ദൈവത്തിൽ നിന്ന് എല്ലാം പ്രാപിച്ച് ആത്മാവിൽ നടക്കേണ്ടവനായിരുന്നു. He was supposed to receive everything from God and walk in the spirit. പാപനിമിത്തം അവൻ ജഡികനായി. But because of sin, he became flesh. അവന്റെ ദേഹി അങ്ങ് എഴുന്നേറ്റു രാജാവായി. And his soul rose up and became the king. അവന്റെ മനസ്സ്, ചിന്ത, ബുദ്ധി, വികാരം, ഇച്ഛ ഇതെല്ലാം കൂടെ ചേർന്ന് അവന്റെ ദേഹി. His soul is his mind, his emotions, his will is all together his soul. അവൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. And he started to live by the soul. ക്രിസ്തുവിൽ വരുമ്പോൾ But when we come to Jesus, നമ്മൾ ഈ ജഡത്തിൽ നിന്ന് വീണ്ടും ആത്മാവിലേക്ക് മാറണം. we need to again shift from this flesh to the spirit. അത് നമ്മുടെ അകത്ത് നടക്കുന്ന യുദ്ധം, ആത്മയുദ്ധം മൊത്തം അതാണ്. And the spiritual warfare that happens within us is all because of this. നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവ് പറയും back to the spirit. ആത്മാവിലേക്ക് വാ. The spirit of God that came to dwell in us will say come back to the spirit. നമ്മുടെ മനസ്സ് പറയും പറ്റത്തില്ല, എനിക്ക് ജഡികനായി ജീവിച്ചേ പറ്റൂ. Our mind will say I cannot, but I have to live as a carnal man. ഭയങ്കര യുദ്ധമാകത്ത് നടക്കുന്നു. There's a great war happening in us. പക്ഷെ നമ്മൾ ജയിച്ചിരിക്കും. But we will have the നമ്മൾ victory. ആത്മാവിൽ മാറിയിരിക്കും. We will shift to the spirit. ഈ ഷിഫ്റ്റ് നടക്കാത്തതിന്റെ കാരണം നമ്മുടെ മനസ്സാണ്. And the reason that this shift is not happening is because of our minds. ചിന്തയുമായി കണക്ട് ആയിരിക്കും. Because it's all connected with our thoughts. ഞാൻ തലകുത്തി നിന്നിട്ട് എൻ്റെ ചിന്ത പിടിച്ചടക്കാൻ പറ്റുന്നില്ല. Even if I stand upside down, I'm not able to capture my thoughts. എൻ്റെ ചിന്ത പിടിച്ചടക്കിയേ പറ്റൂ. I have to capture my thoughts. എൻ്റെ ചിന്തകൾ ആത്മാവിന് വിധേയപ്പെട്ടേ പറ്റൂ. My thoughts have to come to obedience to the spirit. പക്ഷേ എപ്പോഴും എൻ്റെ ചിന്തകളാണ് എനിക്ക് പ്രശ്നം. But always my thoughts are the problem. കർത്താവ് എന്ത് ചെയ്യും? Father, what will I do? എനിക്ക് മനസ്സിലായി, എൻ്റെ ആത്മാവിന് ചിന്തയുണ്ട്. Then I understood my spirit has thoughts. ഞാൻ ആത്മാവ് ചിന്തിക്കാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. I need to give myself to think in the spirit. ആത്മാവിൻ്റെ ചിന്തയോ, അപ്പോൾ ആത്മാവ് എന്തുണ്ട്? So ചിന്തയുണ്ട്. the thoughts of the spirit are life. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. The thoughts of the spirit are life and peace. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ ചിന്തയൊന്ന് അറസ്റ്റ് ചെയ്യണം. So I understood that I have to arrest my thoughts. എന്നിട്ട് ആത്മാവിൻ്റെ ചിന്തയ്ക്ക് സ്ഥാനം കൊടുക്കണം. And I need to give place for the thoughts of the spirit. ഈ പോയിന്റ് പിടി കിട്ടിയോ? കണ്ടോ, കേട്ടോ? അതായത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയിൽ നിന്നും നമ്മുടെ അകത്തെ ആത്മമനുഷ്യൻ്റെ ചിന്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. That is that we need to shift from the thoughts of our mind to the thoughts of the spirit which is within us. ഒന്നുകൂടെ പറഞ്ഞാൽ
നമ്മുടെ ആത്മാവിൻ്റെ ചിന്തയ്ക്ക് നമ്മുടെ മനസ്സിലിടം കൊടുക്കണം. If I say again, we need to give our mind, we need to give the space in our mind for the thoughts of the Spirit. ഇതെല്ലാം നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യമാണ് കേട്ടോ. It's all happening within us. ഒരു ഇടയനും ഒരു പാസ്റ്ററിനും ഒരു പ്രവാചകനും ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. And no pastor or prophet or leaders can help you in this matter. നിങ്ങൾ വെറുതെ പ്രവാചകന്മാരുടെയും ആരും പുറകിലൊന്നും പോയേക്കരുത്. You don't need to go after any prophets. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. They cannot help you. നല്ല കാര്യമാണ് പ്രവചനം കേൾക്കുന്നത്. It's good for you to hear prophecies. നമ്മളെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കും. It will strengthen and establish us. പക്ഷെ ധൈര്യപ്പെടുത്താത്ത, ഉറപ്പിക്കാത്ത, ആശ്വാസം തരാത്ത ഒരു പ്രവചനവും ദൈവത്തിൽ നിന്നല്ല. But any prophecies that does not give you strength or encourage you or strengthen you, it's not from God. ഏതെങ്കിലും പ്രവചനം കേട്ട് അകത്ത് ഭയം വന്നു, പേടി ഭയം പോട്ടെ, പേടി വന്നു. Did you have you gotten fear in your heart when you heard any prophecies? ദൈവത്തിൻ്റെതല്ല. It's not from God. പ്രവാചകന്മാർക്ക് ശുദ്ധബദ്ധം പറ്റും. Prophets can make mistakes. അവർ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പ്രവചിച്ചത് അടുത്ത മാസം പ്രവചിക്കുമ്പം അവർ മറന്നുപോയി, ഞാൻ മറന്നിട്ടില്ല, അവർ തിരുത്തി പറയും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയും. A prophet prophesied something last month and I did not forget, but they forgot. And when they see me the next time and they try to prophesy, they say they did not speak that prophecy. ഒരു പ്രവാചകൻ പ്രവചിച്ചു, ഈ ഹോള് നിങ്ങൾ മാറാൻ പോവുക, ഈ ഹോള് നഷ്ടപ്പെടുക പറഞ്ഞു. ഈ ഹോള്. One prophet prophesied that you're going to shift from this place, like you're going to lose this place. കുഞ്ഞു ഹോള് എടുക്കാൻ പോവാ. He said that you're going to take a small place. സാഹചര്യം കണ്ട നമുക്ക് അങ്ങനെ ആക്കണം, വാടക കൊടുക്കാൻ പൈസ ഇല്ല. Like if you see the situation, it's like that because we have no much money to pay the rents. ആകെ 4, 3, 7, 3, 10 പേര് അവിടെ ഉള്ളൂ. ഇപ്പോൾ it's only like 4 or 10 people here. നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. We don't need this place. പിന്നെ പ്രാർത്ഥിക്കാൻ കുഞ്ഞു സ്ഥലം പറയാം. ഇപ്പോൾ ആകെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പിന്നെ ഒരു 3 പേരും, ഞങ്ങൾ 12 പേരേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. കുഞ്ഞു സ്ഥലം പറയാം. We just need a small place because we are like 12 people in all with my family to pray. Correct. പിറ്റേ മാസം പുള്ളി പറഞ്ഞു, ദൈവം നിങ്ങളുടെ ഹൗസ് ഓണറെ കണ്ടിരിക്കുന്നു, ഇടപെട്ടിരിക്കുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഈ ഹോൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. The next month that prophet said, God has visited your land, house owner, and he has given you this place. ഇപ്പോൾ സത്യത്തിൽ ആത്മാവിൽ പറഞ്ഞ കാര്യമാണ്. ഇത് വരും ചുരുക്ക ദിവസം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ചുരുക്ക ദിവസം കൊണ്ട് ഈ ഹോൾ മാറുമെന്ന് പുള്ളി പറഞ്ഞു. Previous month he said in the spirit that within few days you will shift from this place. പുള്ളി മറന്നു കേട്ടോ. He forgot that. അപ്പോൾ എല്ലാ പ്രവചനം കയറി പിടിച്ചേക്കരുത്. So every prophecies you don't need to receive it. എല്ലാ പ്രവചനവും നമ്മുടെ ആത്മാവിൽ വിവേചിക്കണം. Every prophecies that you hear you need to discern in your spirit. ആത്മാവ് അതിനോട് പ്രതികരിക്കുന്നുവോ എന്ന് നോക്കണം. You need to check if your spirit is reacting to that prophecy. Okay, നമ്മുടെ വിഷയം അതല്ല. It's not our topic here. ദൈവം നമ്മോട് പറഞ്ഞ കുറേ വാഗ്ദത്തങ്ങളുണ്ട്. God has given us many promises. പ്രവചനങ്ങളുണ്ട്. Prophecies. അതെല്ലാം ഇപ്പോൾ നിറവേറും. And all of them will fulfill in this time. ആത്മാവിൽ നടക്കാൻ പഠിക്കണം. For that reason we need to learn to walk in the spirit. എന്തുകൊണ്ട് ആത്മാവിൽ തന്നെ നടക്കേണ്ടത്? Why should we walk always in the spirit? ഒരു സാധാരണ ആത്മീയ ജീവിതമല്ല ദൈവം പറഞ്ഞു വരുന്നത്. God is not desiring for a simple spiritual life. സാധാരണ ശുശ്രൂഷയല്ല ദൈവം വെച്ചിരിക്കുന്നത്. God has not given an ordinary ministry. സാധാരണ കൃപാവരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. God has not spoken about an ordinary ministry where you're using the gifts of the Holy Spirit. മറിച്ച് അന്ത്യസമയം വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വലിയ പ്രവൃത്തി നടത്തും. But instead, when the end time comes, God's glory will come down and will work many great ദൈവം തന്റെ wonders. തേജസ് തന്റെ പുത്രന്മാരിലും പുത്രിമാരിലും നിക്ഷേപിക്കും. And he will invest or he will give his glory upon his children. അത്
കൊണ്ട് നടക്കണമെങ്കിൽ, ആ ഗ്ലോറി കാരിയേഴ്സ് ആകണമെങ്കിൽ നമ്മൾ ആത്മാവിൽ തന്നെ ആയിരിക്കണം. And if we need to become glory carriers, if we need to carry that glory God is giving us, we need to always be in the Spirit. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നമ്മൾ ആത്മാവിലേക്ക് മാറ്റുന്നത്. That's why God is shifting us to the Spirit. ആത്മാവിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി പോകും. And the thoughts of the Spirit is going to come into our minds. ദൈവം നിങ്ങളെ സമൂലമായി മാറ്റിയിരിക്കും. God will change you entirely. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ തുടർന്നാൽ ദൈവം നിങ്ങളെ കംപ്ലീറ്റ് ആയി രൂപാന്തരപ്പെടുത്തിയിരിക്കും. If you continue in this ministry, God is going to completely transform you. നിങ്ങൾ ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് മാറിയിരിക്കും. And you will shift from the flesh to the Spirit. ആ ദൈവത്തിന്റെ പദ്ധതിയാണ്. That is the purpose and plan of God. അന്ത്യകാലത്തെ സഭ അങ്ങനത്തെ സഭയാണ്. And the church which is at the end time is such a church. പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുന്ന സഭ. The church which is completely sanctified. ഏറ്റവും ശ്രേഷ്ഠമേറിയ വിശ്വാസമുള്ള സഭ. The church which has the finest faith. ആത്മാവിൽ തന്നെ നടക്കുന്ന സഭ. A church which walks always in the Spirit. നിങ്ങൾ അങ്ങനെ ഒരു സഭയെ കാണാൻ വേണ്ടി പോകുന്നു. And you're going to see such a church. അങ്ങനെയുള്ള യുവജനങ്ങളെ കാണാൻ You're വേണ്ടി going to see such a group of youth. ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. God is going to raise up a group of people who will live in the holiness of ദൈവം God. തന്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ദൈവസഭയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. And God is doing that in the church of God according to his knowledge ഹല്ലേലൂയ. and wisdom. കർത്താവ് എന്തിനാ നമ്മുടെ അകത്തുള്ള ദുർനിക്ഷേപങ്ങളെ നീക്കാൻ പറയുന്നത്? Why is God telling us to remove all these bad treasures from within our hearts? ഞാൻ പറഞ്ഞു പാരമ്പര്യമായി കിട്ടിയ ഒത്തിരി ദുർനിക്ഷേപങ്ങളുണ്ട് നമ്മുടെ I told അകത്ത്. you that we have received many bad treasures from our previous generations. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ലഭിച്ച ഒത്തിരി മോശമായ ദുർനിക്ഷേപങ്ങളുണ്ട്. There are many bad treasures that we received when we were in our mother's womb. ഞാൻ പറഞ്ഞു അമ്മയ്ക്കുണ്ടായ തിക്താനുഭവങ്ങൾ, അമ്മയോ അപ്പനും നമ്മെ തിരസ്കരിച്ചതൊക്കെ ആ ഗർഭസ്ഥ ശിശുവിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. Every negative things happen to the mother and any rejections happen, it has affected very much to the fetus in the womb. അശുദ്ധികളും അകൃത്യങ്ങളും എല്ലാം അനീതികളും ആ വ്യക്തിയുടെ ടെമ്പർമെന്റിൽ ജന്മ സ്വഭാവം മാറിയിരിക്കുകയാണ്. And that uncleanness and that rejection and all that negative things has become a character, part of the temperament of that child. ഹല്ലേലൂയ. അവിടെ എല്ലാം വലിയ ശുദ്ധീകരണം വേണം നമുക്ക്. And there we need great sanctification. നമ്മുടെ വളർച്ചയുടെ ഓരോ പടവുകൾ ലഭിച്ചിരിക്കുന്ന തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കുക. Every negative things happen in our life when we were growing, it has become part of our temperament. പിന്നെ നമുക്ക് അറിവ് നാം ചെയ്ത കുറെ പാപങ്ങൾ, and then we have knowingly committed many sins, അതെല്ലാം നമ്മുടെ അകത്തുണ്ട്. and it all is in us. അവിടെ അതെല്ലാം ദുർനിക്ഷേപങ്ങളും നീക്കം ചെയ്യണം. It's all bad treasures and we need to remove it. അത് കർത്താവ് ചെയ്യും. And God will do it. എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? Why is God doing like this? നിങ്ങൾ ഒന്ന് രണ്ട് വാക്യം കാണിക്കാൻ വേണ്ടി പോകുക. I'll show you few scriptures. നമുക്കത് വിശദീകരിക്കാൻ സമയമില്ലെന്ന്, പക്ഷെ നിങ്ങൾ ചില വാക്കുകൾ കാണാൻ വേണ്ടി പോകുക. We have no much time to explain them, but we're going to see some scriptures. ഇന്ന് കാണുന്ന വേദഭാഗങ്ങൾ ചേർത്ത് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം നിങ്ങളുടെ അകത്ത് വരാൻ തുടങ്ങും. When you combine all these scriptures together and you meditate, you will receive more revelations. എഫേഷ്യൻസ് 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. Ephesians chapter 1 verse 23. അതായത് എഫേഷ്യൻസ് 1:23 യേശുവിനെ കുറിച്ച് പറയാണ്. തൊട്ട് മുകളിൽ മുതൽ വായിക്കുന്നു. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. It's speaking about Jesus. We read from verse 22, and he put all things under his feet and gave him to be head over all things to the church, which is his body, the fullness of him who fills all in all. ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിറവിനെ കുറിച്ചാണ്. What I'm going to tell you is the fullness of God. All the fullness of God. ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ നിറവിനെ കുറിച്ച്. All the fullness of God. നമുക്ക് സമയമെടുത്തെങ്കിലേ അത് നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കത്തുള്ളൂ ആ വെളിപ്പാട്. We need much time to receive this revelation into ആ us. ദൈവത്തിൻ്റെ എല്ലാ നിറവും
നമ്മൾ കണ്ടത് ഏക വ്യക്തിയിലാണ്, അത് യേശു ക്രിസ്തുവിലാണ്. We have seen all the fullness of God in only one person, that is Jesus Christ. ആമേൻ. Amen. ഇതിലൊക്കെ അനേക വാക്യങ്ങളുണ്ട്. We have many scriptures for that. ദൈവത്തിൻ്റെ എല്ലാ നിറവും, All the fullness of God, അത് നിങ്ങൾ കണ്ടത് യേശുവിൽ we മാത്രമാണ്. have seen only that in Jesus. ആ യേശുവിലുള്ള ദൈവത്തിൻ്റെ നിറവിനെ And that all fullness of God which is in Jesus, യേശു സഭയ്ക്ക് കൊടുക്കുക. Jesus is giving to the church. യേശുവിൻ്റെ നിറവാണ് സഭ. The fullness of Jesus is the church. ആമേൻ. Amen. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായ യേശുവിലുണ്ടായിരുന്നു. All the fullness of God was in Jesus in bodily form. ആ യേശുവിൻ്റെ നിറവ് സഭയ്ക്ക് കൊടുക്കുകയാണ്. And Jesus is giving all that fullness to the church. ആ യേശു സഭയെ മാത്രമല്ല നിറയ്ക്കുന്നത്, So Jesus is not only filling the church, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനാണ്. but he is the one who fills all in all. Who fills everything everywhere with himself. ഇതാണ് അർത്ഥം. അതായത് അവൻ എല്ലാറ്റിനെയും എല്ലായിടത്തും അവനെ കൊണ്ട് നിറയ്ക്കുന്നവനാണ്. He fills everywhere and everything. Everyone. സർവപ്രപഞ്ചവും യേശുവിനെ കൊണ്ട് നിറയുന്ന വാക്കാ പറഞ്ഞിരിക്കുന്നത്. That is, the scripture says that the whole universe is filled with Jesus. Amen. Amen. നിങ്ങൾ ഇതൊക്കെ ഗ്രഹിച്ചു വരണം, ഇത് മർമ്മം ഗ്രഹിക്കണം. You need to understand this mystery. യേശു സഭയിൽ മാത്രമല്ല നിറയ്ക്കുന്നത്, Jesus is not only filling the church, എല്ലായിടവും but everywhere. എല്ലാത്തിനെയും Everything. അവൻ നിറയ്ക്കുകയാണ്. He is filling. ഹല്ലേലൂയ. Hallelujah. അത് സഭയ്ക്ക് കൊടുത്ത ആ നിറവിനെ And God, He has given this fullness to the church. ഇപ്പോൾ സഭയാണ് യേശുവിന്റെ നിറവ്. Now church is the fullness of Jesus. ഫുൾനെസ്, ആ നിറവ് എന്നതിന്റെ ഒരു മർമ്മം നമ്മൾ അങ്ങോട്ട് പെതുക്കെ കയറി ചെല്ലണം. We are the fullness is the mystery, and we are going to enter into that. Amen. Amen. നിങ്ങളുടെ കൂടെ ഉണ്ടോ? Are you with me? നിറവ് എന്ന് പറയുമ്പോൾ അതൊരു മർമ്മമാണ്. When we tell fullness, it's a mystery. അത് ഗ്രഹിക്കണം, എന്താ നിറവെന്ന്. We need to understand this അപ്പോൾ mystery. യേശുക്രിസ്തുവിന്റെ നിറവാണ് ദൈവസഭ. So the fullness of Jesus is the church. ആ സഭയെ മാത്രമല്ല നിറയ്ക്കുന്നത്, അവൻ സകല പ്രപഞ്ചത്തെ നിറയ്ക്കുന്നവനാണ്. He's not only filling the church, but he's the one who fills all the universe. ആ നിറവിന് എനിക്ക് ഇപ്പോൾ ലഭിച്ച വെളിപ്പാട് രണ്ട് മർമ്മങ്ങളുണ്ട്. And in the present revelation that I have, there is two mysteries in fullness. ഒന്ന് അവന്റെ സാന്നിധ്യമാണ്, One is his presence. രണ്ട് അവന്റെ ക്യാരക്ടർ, അവന്റെ സ്വഭാവമാണ്. Second is his character. പോരാ, നിങ്ങളുടെ ബുദ്ധി തുറക്കണം, ഇത് കേൾക്കണം നിങ്ങൾ. അവന്റെ നിറവെന്ന് പറ, ഒന്ന് അവന്റെ സാന്നിധ്യമാണ്. When we say his fullness, one is his presence. രണ്ട് അവന്റെ സ്വഭാവമാണ്. Second is his character. കുറച്ചുകൂടെ പറഞ്ഞാൽ ഒന്ന് അവന്റെ സാന്നിധ്യമാണ്, One is his fullness, his രണ്ട് അവന്റെ presence, തേജസ്സാണ്. and second is his glory. ആമേൻ. Hallelujah. ഒന്ന് അവന്റെ സാന്നിധ്യമാണ്, രണ്ടാമത്തെ അവന്റെ തേജസ്സാണ്. One is his presence and second is his glory. ഒന്ന് അവന്റെ സാന്നിധ്യമാണ്, രണ്ടവന്റെ സ്വഭാവം, ക്യാരക്ടറാണ്. One is his presence and second is his character. അവന്റെ പ്രകൃതം, നേച്ചറാണ്. It is his nature. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ സാന്നിധ്യം ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുക. God has given the presence of Jesus to the church. കർത്താവിന്റെ തേജസ്സിനെ സഭയ്ക്ക് കൊടുക്കുകയാണ്. The glory of Jesus is given to the church. നമുക്കറിയാം തേജസ്സിന്റെ അർത്ഥം. We know the meaning of glory. എന്താ തേജസ്സിന്റെ അർത്ഥം? What's the meaning of glory? ദൈവം തന്നെയാണ്. It's God himself. അവന്റെ പ്രകൃതമാണ്, It's his character. അവന്റെ It's സ്വഭാവമാണ്. his nature. ആമേൻ. Amen. ആ സാന്നിധ്യത്തെയും തേജസ്സിനെയും കൊണ്ട്, സാന്നിധ്യത്തെയും സ്വഭാവത്തെയും കൊണ്ട് സഭയെ നിറയ്ക്കുകയാണ്. And he is filling the church with that presence and character and the presence and that glory. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ കടക്കാതെ അവിശ്വാസത്തിൽ
ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു ഭാഗമുണ്ട്. There is a portion in the Bible where we can see God is speaking to the Israelites when they disbelieved God and they were not able to enter the land of Canaan. സംഖ്യാപുസ്തകം 14 അധ്യായത്തിലാണ്. It's in chapter 14, Numbers chapter 14. അതിൻ്റെ 18-19 വാക്യം വായിച്ചു വരുമ്പോൾ ദൈവം ഈ ജനത്തെ കനാനിൽ പ്രവേശിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മേൽ ക്രോധം ഒഴുക്കുകയാണ്, ക്രോധം വെളിപ്പെടുത്തുകയാണ്. When you read from verse 18 onwards, we can see God is telling that you will not enter the land of Canaan, and He is revealing His wrath upon them. മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം അവരുടെ പാപത്തെ ക്ഷമിച്ചു. Then later God hears the prayer of Moses and He forgives their trespasses. വാക്യം 20. Now verse 20. യഹോവ അരുളിച്ചത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. Then the Lord said, I have pardoned according to your word. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. But truly as I live, all the earth shall be filled with the glory of എന്താ the ഇവിടെ ഈ Lord. തേജസ്സിന്റെ കണക്ഷൻ? What is the connection of glory here? ഇസ്രായേൽ മക്കൾ കനാൻ നാട് കൊടുത്തു. God gave the land of Canaan for the അവർക്ക് people of അവിശ്വാസം Israel. വന്നു. They had unbelief അവർ അങ്ങോട്ട് കടന്നു പോയില്ല. and they were not able to enter there. ദൈവം അവരെ ഈ മരുഭൂമിയിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. And God said He will kill all of them in the എന്നാൽ wilderness. മോശയുടെ പക്ഷവാദ പ്രാർത്ഥന ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു. But because Moses interceded for them, God forgave their sins. എന്നിട്ട് പറയാണ്, എന്നാണ് അവന്റെ നാമം ചൊല്ലി അവൻ സത്യം ചെയ്യാണ്, ഭൂമി മുഴുവനും യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. Then he is saying, but truly as I live, all the earth shall be filled with the glory of the Lord. ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തത് ഈ ലോകം മുഴുവനും ദൈവത്തിന്റെ തേജസ്സിന്റെ വെളിപ്പാട് കൊടുക്കാൻ വേണ്ടിയാണ്. God has chosen the people of Israel to give this revelation of the glory of God to this world. എന്താ ദൈവത്തിന്റെ പദ്ധതി? What is the purpose of God? എന്താണ് എന്നെക്കുറിച്ചുള്ള, നിങ്ങളെക്കുറിച്ചുള്ള, മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? What is the plan and purpose of God for you and me and for these people in this world? ദൈവത്തിന്റെ നിത്യമായ തേജസ് ഈ ഭൂമിയിലെ സകല മനുഷ്യനും പ്രാപിക്കണം. That the glory of God, every people in this world may receive the glory of ഈ God. ഭൂമിയിലെ സകല മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്സിന്റെ മനോഹരമേറിയ അനുഭവം ഉണ്ടാകണം. Every people in this world should have these glorious experiences of receiving God's ആ glory. ദൈവത്തിന്റെ സന്തോഷം അവർക്ക് ഉണ്ടാകണം. They should experience the joy of the Lord. ദൈവത്തിന്റെ സമാധാനം They ഉണ്ടാകണം. should experience the peace of God. ദൈവത്തിന്റെ സ്വസ്ഥത They ഉണ്ടാകണം. should experience the rest of God. ദൈവിക സൗഖ്യം They ഉണ്ടാകണം. should experience the healing of ദൈവിക God. ആഹ്ലാദം They ഉണ്ടാകണം. should experience ആനന്ദം, the joy of the Lord. ഗ്ലാഡ്നസ്, ദൈവത്തിന്റെ ആനന്ദം They should ഉണ്ടാകണം. experience the gladness of God. ദൈവത്തിന്റെ ജീവൻ They should ഉണ്ടാകണം. experience the life of God. അവർ ദൈവത്താൽ They നിറയപ്പെടണം. should be filled with God. ദൈവത്തെ അവർ അറിയണം. They should know God. ദൈവത്തിന്റെ കൂടെ They ജീവിക്കണം. should live with God. അവർക്ക് ദൈവത്തിന്റെ സ്വഭാവം They ഉണ്ടാകണം. should have this nature of God. ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ മനുഷ്യനുമായി പങ്കുവെക്കുകയാണ് അവൻ. God is giving this divine nature to the man. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അത് പ്രാപിക്കാതെ ആദം പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തി. But Adam did not receive this and he lost the glory of God. ഇപ്പോൾ ദൈവം ആ ഇസ്രായേൽ മക്കളിലൂടെ ഈ ലോകത്തെ നേടാൻ ആഗ്രഹിക്കുന്നത് തന്റെ തേജസ് തിരികെ കൊടുക്കാൻ വേണ്ടിയാണ്. But God is desiring to receive back all the people of this world through the people of Israel, is to give His glory, തേജസ്സിന്റെ പരിജ്ഞാനം കൊടുക്കാൻ to give the വേണ്ടിയാണ്. knowledge of the glory of ഈ God, ഭൂമി മുഴുവനും ദൈവത്താൽ നിറയാൻ വേണ്ടിയാണ്. so that this whole world will be filled with the glory of ജനം God, ദൈവത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകാൻ and that വേണ്ടിയാണ്. the man will receive the knowledge of God. ഹബക്കൂക്ക് പറയുന്നത്, സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ സകല ഭൂമിയും യഹോവയുടെ തേജസ്സിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. And Habakkuk says, as the waters cover the sea, the knowledge of the glory of God will be filled in this world. സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും യഹോവയുടെ തേജസ്സിന്റെ പരിജ്ഞാനം കൊണ്ട് As നിറഞ്ഞിരിക്കും. the waters covers the sea, the whole earth will be filled with the knowledge of the glory of God. ദൈവത്തിന്റെ പദ്ധതി. This is the purpose of God. ഇസ്രായേൽ അത് പരാജയപ്പെടുത്തി. But the people of Israel failed Him. ദൈവം തന്റെ പദ്ധതി മാറ്റുന്നില്ല. But God is not changing His purpose. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തേജസ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
വന്നു. 2000 years ago, the glory of God came in a bodily form as a man to this world. ദൈവം ആരാണെന്ന് അങ്ങ് And വെളിപ്പെടുത്തി. he revealed who God is. ദൈവത്തിന്റെ സ്വഭാവം And വെളിപ്പെടുത്തി. he revealed the nature of God. സാന്നിധ്യം He വെളിപ്പെടുത്തി. revealed the presence of God. അത്ഭുതം And വെളിപ്പെടുത്തി. he revealed the miracles of വിശുദ്ധി God. വെളിപ്പെടുത്തി. He revealed the holiness. ജീവൻ He വെളിപ്പെടുത്തി. revealed his life. എല്ലാ സ്വഭാവങ്ങളും He വെളിപ്പെടുത്തി. revealed all the natures. ഇപ്പോൾ അവൻ നമ്മളെ അവന്റെ രക്തത്താൽ And now he സ്വന്തമാക്കിയിരിക്കുന്നത് has made us his own by his blood, അവന്റെ തേജസ്സിനാൽ നമ്മെ നിറയ്ക്കാനാണ്. so that he may fill us with his glory. അവന്റെ തേജസ് അനുഭവിക്കണം. So that we should experience his glory. അവന്റെ സാന്നിധ്യം We need അനുഭവിക്കണം. to experience his presence. ആ സന്തോഷം We അനുഭവിക്കണം. need to experience that joy, ആശ്വാസം that അനുഭവിക്കണം. rest. സമാധാനം We അനുഭവിക്കണം. need to experience that peace. സ്നേഹം We അനുഭവിക്കണം. need to experience that love. ജീവൻ We അനുഭവിക്കണം. need to experience life. അപ്പോൾ തന്നെ അത് നമ്മുടെ സ്വഭാവമാകണം. At the same time, it should become our character. യേശുവിനെ പോലാകണം. We should become like Jesus. യേശുവിനെ We പോലാകണം. 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 should become like ദൈവത്തെ Jesus. അനുഭവിക്കണം. We need to experience അതാണ് God. സാന്നിധ്യം. That is the presence. ദൈവത്തെ പോലെയാകണം. We need to become like അതാണ് Jesus. തേജസ്. That is glory. അതാണ് അവന്റെ That ക്യാരക്ടർ. is his character. ആമേൻ. Amen. കേൾക്കുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ എല്ലാ നിറവും All the fullness of God യേശുവിലുണ്ട്. is in Jesus. ആ യേശുവിന്റെ നിറവ് സഭയ്ക്ക് And കൊടുക്കുന്നു. he has given this fullness of Jesus to the church. യേശു സഭയെ നിറയ്ക്കുകയാണ്. Jesus is filling the church. അവനാണ് നിറവ്. He is the fullness. അവനിലാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. He has the presence of God. അവനിലാണ് ദൈവത്തിന്റെ സ്വഭാവമുള്ളത്. And the character of God is in ആ Jesus. ദിവ്യ സ്വഭാവം നമുക്ക് തരികയാണ്. And God, he is giving us that divine nature. സാന്നിധ്യം അനുഭവിക്കുകയും So we need to experience the presence തേജസ് നമ്മുടെ അകത്ത് സ്വഭാവമായി മാറുകയും ചെയ്യുന്നു. and the ദൈവത്തിന്റെ സ്വഭാവം. glory of God is becoming the character within us. നിങ്ങൾ ഈ ബുക്കിൽ തന്നെ ഈ നിറവുകളെ കുറിച്ച് അനേക വാക്യങ്ങളുണ്ട്. There are a lot of scriptures regarding fullness in this scripture. നമ്മൾ എഫേഷ്യൻസ് വായിച്ചത്. We are reading from Ephesians. ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് ഇന്ന് അവസാനിപ്പിക്കും. I'll read few scriptures and we'll conclude നമ്മൾ today. അടുത്ത ആഴ്ച അത് അധികം ധ്യാനിക്കും. And we will meditate on this the next നിങ്ങൾ week. മടങ്ങി പോകുമ്പോൾ വീണ്ടും ധ്യാനിച്ചു When you കൊള്ളുക. go back home, you need to meditate മൂന്നാം on this. അധ്യായം 19 വാക്യം. Chapter 3 verse 19. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. Paul is praying that we will be filled with all the fullness of God. ആമേൻ. ദൈവത്തിന്റെ എല്ലാ നിറവ്. All the fullness of God. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ എല്ലാ നിറവ്. All the fullness of God. അത് എവിടെ ഉണ്ടായിരുന്നു? Where was it? അത് എവിടെയുണ്ട്? Where is it? യേശു ക്രിസ്തുവിലുണ്ട്. It's in Jesus. ആ യേശു ക്രിസ്തുവിനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. And now he has given Jesus to the അവൻ church. സഭയെ നിറയ്ക്കുന്നു. And Jesus is filling the church സാന്നിധ്യം കൊണ്ടും തേജസ് കൊണ്ടും. with the presence and with the glory. സാന്നിധ്യം നമ്മൾ എൻജോയ് ചെയ്യുന്നു. And we enjoy his presence. തേജസ് നമ്മുടെ സ്വഭാവമായി And തീരുന്നു. his glory becomes our character. യേശുവിന്റെ അതേ സ്വഭാവം The നമുക്കുണ്ടാകും. same nature of Jesus will be in us. നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നു. We will experience God. നമ്മുടെ സ്വഭാവം വെളിപ്പെടുമ്പോൾ ലോകം യേശുവിനെ And കാണുന്നു. when our character manifests or reveals, the world will see Jesus. ആമേൻ. Amen. ലോകം ദൈവത്തെ കാണുന്നത് നമ്മുടെ ജീവിതം കൊണ്ടായിരിക്കും. The world will see Jesus through our lives. ഹല്ലേലൂയ. Hallelujah. അല്ലെങ്കിൽ ലോകത്തിന് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. Otherwise, the world cannot see Jesus. അന്നത്തെ ലോകം ദൈവത്തെ കണ്ടത് യേശുവില. And that world, in that generation, the world saw God in Jesus. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? Who will convict me of sin? ഞാൻ യേശുവിലാകുമ്പോൾ, When I become in ഞാൻ Jesus, ജഡത്തിൽ നിന്നും ആത്മാവിലാകുമ്പോൾ, when I shift from flesh to the spirit, ഞാൻ ആത്മാവിൽ when I ജീവിക്കുമ്പോൾ live in the spirit, ദൈവം എന്നിൽ വെളിപ്പെടുക. God is manifesting in me. ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം കാണുമ്പോൾ ലോകം അത് തിരിച്ചറിയും. And when the world sees a person who walks in the spirit, his character, the world can recognize that. അയ്യോ, നമ്മൾ ആത്മാവിൽ നിറയാതിരുന്നപ്പോഴും, When we were not being filled in the spirit, ഇത്തിരിയൊക്കെ ദൈവകൃപ അകത്തുള്ളപ്പോഴും, when we have little grace of God within us, നമ്മളെ കണ്ട എത്രയോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾക്കൊരു പ്രത്യേകത ഉള്ളത്? how many people have asked us, what is your speciality? When they see us, ഞാൻ ആത്മാവിലൊന്നും അല്ല, I'm not in the spirit, പക്ഷെ യേശു അല്പം നമ്മുടെ അകത്തുണ്ട്. but Jesus is there within us.
തേജസ് അല്പം ഒന്ന് പ്രതിഫലിക്കുന്നുണ്ട്. That glory of God is working little bit in us. കൂടെ യാത്ര ചെയ്യുന്നവർ ചോദിക്കുന്നു, And those who travel with us, they ask, നിങ്ങൾ എന്തോ സംതിങ് പ്രത്യേകതയുണ്ട്. there is something special or different in you. Amen. Amen. എന്നാൽ ഞാൻ ഫുള്ളി ആത്മാവിലായാലോ? But then what will happen when I be filled with the Holy എൻ്റെ Spirit? അകത്തെ ദുർനിക്ഷമെല്ലാം നീക്കം ചെയ്ത് When all these bad treasures in me is removed വിശുദ്ധിയുടെ ആത്മാവിൽ നിറഞ്ഞ് and I be filled with the Spirit of holiness ആത്മാവിൽ and ജീവിക്കുമ്പോൾ, I live in the Spirit, ആത്മാവിൽ when I നടക്കുമ്പോൾ walk in the Spirit, ലോകം എന്നിലൂടെ യേശുവിനെ the കാണുകയാണ്. world through me is seeing Jesus. വേറെ ഒരു മാർഗവുമില്ല ലോകത്തിന് യേശുവിനെ കാണാൻ. ഞാൻ ആത്മാവിൽ നടന്നെങ്കിലേ പറ്റൂ. There is no other way for the world to see Jesus, but I have to walk in the Spirit. Amen. Amen. അപ്പോൾ തന്നെ സാന്നിധ്യം എൻ്റെ അകത്ത് നിറയുമ്പോൾ ഞാൻ ദൈവത്തെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. But at the same time, when the presence of God fills in me, I will start enjoying God. ഭയങ്കര സന്തോഷം, I have ഭയങ്കര much സമാധാനം, ഭയങ്കര joy, ദൈവസ്നേഹം. much peace, much love. ഹല്ലേലൂയ. Hallelujah. ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം. പലവട്ടം കേട്ട വാക്യം കേട്ടോ, ഇന്ന് വെളിപ്പാടാകണം, ജീവനാകണം. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നാം നിറഞ്ഞു വരണമെന്ന്. We need to be filled with all the fullness of God. അതിനാ യേശുവിന് സഭയ്ക്ക് തന്നിരിക്കുന്നത്. And for that very reason, God has given Jesus to the church. ദൈവത്തിൻ്റെ എല്ലാ നിറവും ഒന്ന് ചിന്തിച്ചാൽ മതി. You just need to think about all the fullness. തൊട്ടു മുകളിലുള്ള ഭാഗം കൂടെ കണക്ട് ചെയ്യണം ഇത് ഗ്രഹിക്കണമെങ്കിൽ. You need to connect the previous scriptures 15-ാം വാക്യം തുടങ്ങി കണക്ട് ചെയ്യണം to understand the whole of it from verse 15. നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുന്നു. One, it is strengthening our inner man according to his might. എന്നിട്ട് ദൈവ തേജസ്സിൻ്റെ അളവിനൊത്തം ദൈവ തേജസ്സിൻ്റെ എന്താ തേജസ് ഇപ്പോൾ? എന്താ ഇപ്പോൾ ദൈവ തേജസ്? ദൈവത്തിൻ്റെ സ്വഭാവം. നമുക്ക് കുറേ ഡെഫിനിഷൻ ഉണ്ട്, നമ്മൾ കയറി വരിക. എന്താ ദൈവത്തിൻ്റെ തേജസ് ഇപ്പോൾ? ദൈവത്തിൻ്റെ സ്വഭാവം. And secondly, according to the riches of his glory. What is God's glory? It's the character and nature of God. Amen. Amen. അതിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ അകത്തെ ആത്മാവിനെ ശക്തിയോടെ ബലപ്പെടുത്തുക. According to that riches, to the riches of that glory, he is strengthening our inner man. ആത്മാവിൽ നടക്കണമെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ ആത്മാവിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. If I need to walk in the Spirit, this thing has to happen always within my spirit. അത് കഴിയുമ്പോൾ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വാഴാൻ തുടങ്ങും. And after that, Jesus will start ruling my ഞാൻ heart. ക്രമേണ ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരാൻ And തുടങ്ങും. slowly I will start to be filled with all the fullness of ഇനി God. നാലാമത്തെ, ഇതൊക്കെ നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും പറയാം. 4-ാം അധ്യായം We'll see more of this later. 9-ാം വാക്യം കൂടെ Now, വായിച്ച് chapter പ്രാർത്ഥിക്കാം. 4 verse 9. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? Now this he ascended, what does it mean? But that he also first descended into the lower parts of the earth. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന്. And he who descended is also the one who ascended far above all the heavens, that he might fill all things. പക്ഷെ നിറയ്ക്കുന്ന കാര്യമാണ്. We are talking about filling all things. സകലത്തെയും നിറയ്ക്കേണ്ടതിന്. That he may fill all things. സ്വർഗ്ഗാദി സ്വർഗ്ഗങ്ങളിൽ കയറുവാനുമാണ്. That he ascended above all the heavens. യേശു മരിക്കുക മാത്രമല്ല, Jesus not only died, ഭൂമിയുടെ അധോഭാഗങ്ങൾ ഇറങ്ങുക മാത്രമല്ല, not only that he went into the lower അവൻ parts of the earth, സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിങ്കിലേക്ക് കയറി. but he ascended far above all the heavens. എന്തിനാ? Why? സകലത്തെ നിറയ്ക്കാനാ. That he might fill all things. സർവ്വ പ്രപഞ്ചത്തെയും നിറയ്ക്കാൻ വേണ്ടിയാ. To fill all the universe. ദൈവസഭയെ നിറയ്ക്കാൻ To വേണ്ടിയാ. fill the church. എന്നെ നിങ്ങളെ നിറയ്ക്കാൻ To വേണ്ടിയാ. fill you and me. എന്തുകൊണ്ടായി നിറയ്ക്കുന്നത്? ചോദ്യം. With what is he filling us? വെള്ളം ഒഴിച്ചാണോ നിറയ്ക്കുന്നത്? Is he filling us with water? വായുവിനെ കൊണ്ടാണോ Or നിറയ്ക്കുന്നത്? is he filling us with the air? എന്തുകൊണ്ട് അവൻ With നിറയ്ക്കുന്നത്? what is he filling us? Come on church. എന്തുകൊണ്ടാണ് നിറയ്ക്കുന്നത്? With what is he filling us? തേജസ് കൊണ്ട്. With his glory. അവന്റെ സാന്നിധ്യം With കൊണ്ട്. his presence. അവന്റെ സ്വഭാവം With കൊണ്ട്. his character. Amen. Amen. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ നിറയ്ക്കാൻ
നിയോഗിച്ച ചില ആൾക്കാരുണ്ട്. And if you read further, you can see there are a group of people which he has ordained to be filled. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരൊക്കെ നിയമിച്ച് വെച്ചിരിക്കുന്നത് ഈ നിറവിലേക്ക് സഭയെ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. And the scriptures has clearly mentioned here that God has appointed apostles, prophets, teachers and pastors in the church to lead the church to come into this fullness. പൗലോസിന്റെ മെൻസ് നോക്കിയാൽ മതി, അവിടെ എല്ലാം പുള്ളി പറഞ്ഞത് ഈ തേജസ്സിന്റെ പൂർണ്ണതയിൽ നിങ്ങളെ എത്തിക്കുന്നതാണ് എൻ്റെ പ്രതിഫലം. When you see the ministry of Apostle Paul, he says to my reward is to bring all of you to the fullness of glory. Amen. Amen. ഇനി അതിന്റെ താഴെ കൃത്യം പറയുന്നുണ്ട് ആ നിറവ് വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. And when you read more further, we can see how we will become when we are filled with that fullness. നിങ്ങൾ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കും. We will attain to that maturity, perfect man. നിങ്ങൾ പുരുഷത്വം പ്രാപിക്കും, തികഞ്ഞ മനുഷ്യനാകുമെന്ന്. We will become perfect man. അങ്ങനെ നിറഞ്ഞാൽ എങ്ങനെ പൂർണ്ണ മനുഷ്യനാകുന്നത്? How do we become a perfect man when we are being filled? ഈ നിറവിനാൽ നിറഞ്ഞാൽ നിങ്ങൾ സമ്പൂർണ്ണ മനുഷ്യനാകുമെന്ന്. When we are being filled with all of this fullness, we will become perfect man. അതെങ്ങനെയാകുന്നത്? How does we become like that? യേശുവിനെ നോക്ക്. Look into Jesus. യേശു അങ്ങനെ സമ്പൂർണ്ണ മനുഷ്യനായത്. How did Jesus become the perfect man? ദൈവത്തിന്റെ സമ്പൂർണ്ണത, സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി യേശുവിൽ ഉണ്ടായതുകൊണ്ട് യേശു പെർഫെക്റ്റ് മാനായി. Jesus was the perfect man because all the fullness of God was in Jesus in a bodily form. നമ്മൾ സമ്പൂർണ്ണ മനുഷ്യരാണോ? Are we perfect man? അല്ല. No. പാപത്താൽ വാടി കൊഴിഞ്ഞു പോയ മനുഷ്യ കോലങ്ങളാണ് നമ്മൾ. We are empty people. നമ്മൾ മനുഷ്യരാണോ? നമ്മളങ്ങ് കോട്ടൊക്കെ ധരിച്ച് അടക്കം നമ്മൾ ഭയങ്കര പുള്ളികളാണ്. ഒന്നുമല്ല. We are nothing. We have nothing. ഹല്ലേലൂയ. യേശു മാത്രം മനുഷ്യനായിട്ടുള്ളൂ, സമ്പൂർണ്ണ മനുഷ്യൻ. Only Jesus is the perfect man. നമ്മളെ അവൻ സഭയിലാക്കി വച്ചിരിക്കുന്നത്, നമ്മെ നിറയ്ക്കുന്നത് സമ്പൂർണ്ണ മനുഷ്യരാകാൻ വേണ്ടിയാ. And God has placed us in the church and he is filling us so that we become the perfect man. അതെങ്ങനെ സംഭവിക്കുന്നത്? How does that happen? സ്വഭാവത്തിൽ മാറ്റം. A change in the character. യേശുവിന്റെ സ്വഭാവം നമുക്ക് തരികയാണ്. He is giving us the nature and character of Jesus. താഴോട്ട് നിങ്ങൾ വായിച്ചോണം. You need to read more further. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണം. Attaining to the stature of the fullness of Jesus Christ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. And we need to grow in all things to the head that is Christ Jesus. ആ നിറവിനെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ പറയുന്നതെല്ലാം ക്യാരക്ടറിനെ കുറിച്ചാണ്, സ്വഭാവത്തെ കുറിച്ചാണ്. After saying about this fullness, the next part he's speaking about character. തികഞ്ഞ മനുഷ്യനാകണം. Become a perfect man. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന് അളവ് പ്രാപിക്കണം. You need to attain to the stature of Jesus Christ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. And in all things you need to grow to the head which is Jesus Christ. അതാണ് നിറവിന്റെ അർത്ഥം. That is the meaning of fullness. എന്താ നിറവ്? What is fullness? ദൈവത്തിന്റെ തേജസ്സാ. The glory of God. തേജസ് കൊണ്ടാണ് നിറയ്ക്കുന്നത്. He is filling us with his glory. നമ്മുടെ അകത്ത് നിറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? And when it fills in us, what is happening there? ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും. The nature and character of Jesus will reveal. പിതാവാം ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടും. The nature of Father God will reveal in us. നമ്മൾ ഈ ഭൂമിയിൽ സമ്പൂർണ്ണ മനുഷ്യരാകും. And in this world we will become perfect man. നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടും. And our spirit, soul and body will be completely sanctified. നമ്മൾ ആത്മാവിൽ നടക്കാൻ തുടങ്ങും. And we will start walking in the spirit. നമ്മുടെ അകത്തുള്ള ദുർനിക്ഷേപങ്ങളെ നമ്മൾ ഇതുകൊണ്ടാണ് നീക്കം ചെയ്യേണ്ടത്. And by this we are removing the bad treasures which is within our hearts. നിറയാൻ വേണ്ടിയാ. To be filled. എൻ്റെ അകത്ത് ദുർനിക്ഷേപം കിടന്നാൽ, if this bad treasures remain in ഞാൻ me, എങ്ങനെ നിറയും? how will I be filled? എൻ്റെ ഹൃദയം മൊത്തം ഭാരം ഇരുന്നാൽ എങ്ങനെ നിറയും? If my heart is full of burdens, how will I be filled?
എൻ്റെ ഹൃദയം മൊത്തം ദുഃഖമിരുന്നാൽ, സങ്കടമിരുന്നാൽ, നിരാശയിരുന്നാൽ, ഭയമിരുന്നാൽ, കോപമിരുന്നാൽ ഞാൻ എവിടെ നിറയുന്നത്? My heart is full of depression, anxieties, burdens, and fear and anger. Where will I be filled? എൻ്റെ അകത്ത് ലൈംഗിക പാപങ്ങളും ലൈംഗിക മോഹങ്ങളും മറ്റ് അശുദ്ധികളും ഇരുന്നാൽ എവിടെ നിറയുന്നത്? If my heart is full of lust and sexual sins and many other filthiness, where will I be filled? അതിനാദ്യം ദുർനിക്ഷേപങ്ങളെ നീക്കം ചെയ്യേണ്ടത്. That is why first of all we need to remove all these bad treasures. ദുർനിക്ഷേപങ്ങളെ നീക്കം ചെയ്യണം. We need to remove these bad treasures. ദുർസ്വഭാവങ്ങളെ നീക്കം We need to ചെയ്യണം. remove these bad characters. നിറവ് സ്പോണ്ടേനിയസ് ആയി ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. And this fullness will happen automatically. ഈ ഗ്ലാസ്സിൽ ഇപ്പം കാൽഭാഗം വെള്ളമുള്ളൂ. Now this glass has half of it പക്ഷെ അതിന്റെ മുകൾ ഭാഗം filled with ശൂന്യമല്ല. water. But the upper part is not empty. ഇത് നിറഞ്ഞിട്ടുണ്ട്. It's filled. വെള്ളം കൊണ്ടല്ല, വായു കൊണ്ട്. It's not with water but with air. അത് പ്രകൃതി നിയമമാണ്. That is the laws of ഈ nature. ഭൂമിയിൽ ഒന്നും ശൂന്യമായിരിക്കത്തില്ല. There is nothing in this world that will be empty. എന്തെങ്കിലും കൂടെ നിറഞ്ഞിരിക്കും. It will be filled with something. ഇത് ഞാൻ ഇനിയും എംപ്റ്റി ആക്കിയാൽ, ഇനിയും ഞാൻ ശൂന്യമാക്കിയാൽ, Even if I make it more empty, വെള്ളം നീക്കിയാലും if I remove the water, ആ ഭാഗത്തെല്ലാം വായു നിറഞ്ഞുകൊണ്ടിരിക്കും. in that part also the air will fill. അങ്ങനെ തേജസ് അകത്ത് That നിറഞ്ഞുകൊണ്ടിരിക്കും. is how glory fills in you. നിങ്ങൾ നിറയ്ക്കാൻ വേണ്ടി കരയണ്ട. You don't need to cry for you to be filled. നിങ്ങൾ നീക്കാൻ വേണ്ടി കരഞ്ഞാൽ But മതി. you cry to remove these bad treasures. Amen. Amen. നിങ്ങളുടെ ദുർസ്വഭാവം മാറുമ്പോൾ അവിടെ ഡിവൈൻ നേച്ചർ ഗ്ലോറി ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. When your bad characters and treasures are removed, the glory and the good treasures will automatically fill you ദൈവം there. നിങ്ങളെ നിറയ്ക്കാൻ വേണ്ടി ഭാരപ്പെടണ്ട. You don't need to worry for God to fill you. എന്നെ നിറയ്ക്കണമെന്ന് കരയണ്ട. You don't need to cry saying, Father, fill me. അതിനോട് ഉപവസിക്കുകയും You don't പ്രാർത്ഥിക്കുകയും need to വേണ്ട. fast and pray for that. ദുർനിക്ഷേപങ്ങൾ നീക്കാൻ വേണ്ടി But പ്രാർത്ഥിക്കുക. you pray and fast for these bad treasures to be removed. ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് മാറാൻ വേണ്ടി Pray പ്രാർത്ഥിക്കുക. that you will be shifted from flesh to the spirit. ആ വിശുദ്ധീകരണം നടക്കുമ്പോൾ, ദുർനിക്ഷേപങ്ങളെ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സ്വഭാവം നിങ്ങളുടെ അകത്ത് നിറയാൻ When തുടങ്ങും. these bad treasures are removed, automatically the glory of God, the character and the nature of God will fill in you. ഹല്ലേലൂയ. Hallelujah. പ്രിയമുള്ളവർ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇനിയും ഇതേ ഭാഗത്ത് ഇതേ ബുക്കിൽ തന്നെ വേറെ നിറവും പല നിറവും പറയുന്നുണ്ട്. In the same book we can see many other fullness. ധ്യാനിക്കാൻ തുടങ്ങണം. You need to start meditating on this. കേൾക്കുന്ന വചനം നമ്മൾ ധ്യാനിക്കണം. All the scriptures that we hear, we need to meditate on അതിനുവേണ്ടി it. സമയം കൊടുക്കണം. We need to give time for that. യൂട്യൂബിൽ നമ്മുടെ ഈ പ്രോഗ്രാം കിടപ്പുണ്ട്. In YouTube, these same preachings are available. മറ്റുള്ള പലതും കേൾക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുത്ത് പല പ്രാവശ്യം ഈ വചനങ്ങൾ കേൾക്കണം. Oh, you need to give importance to this message and hear this message again and again. ആ നിറവിലേക്ക് വരണം. And come to the fullness. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. The work of God is open before us. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വർദ്ധിക്കാൻ And the തുടങ്ങുകയാണ്. presence of God is increasing അവന്റെ in our ഗ്ലോറി midst. തേജസ് നമ്മുടെ അകത്ത് നിറയാണ്. And His glory is filling within us. യേശു നമ്മുടെ അകത്ത് രൂപം കൊള്ളുകയാണ്. And Jesus is forming within us. അവൻ നമ്മുടെ അകത്ത് ജീവിക്കാൻ And He is തുടങ്ങുകയാണ്. starting to live within us. ദൈവത്തിന്റെ എല്ലാ നിറവും നമുക്ക് തരാൻ വേണ്ടി പോവുകയാണ്. And He is going to give us His all fullness. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര ശ്രേഷ്ഠമാണ്. How great is this purpose and plan of God നമ്മൾ for എന്തിനാ us? ഈ നശ്വരമായ ലോകത്തിനു വേണ്ടി വിലപിച്ചുകൊണ്ടിരിക്കുന്നത്? Why do we cry still for the things of this world? എന്തിനാ അല്പം ജഡിക സന്തോഷം തരുന്ന പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? Why do we think about these sins that gives us temporary happiness and pleasure? പാപം നമുക്ക് താൽക്കാലികമായ സന്തോഷം തരും. Sin gives us a temporary pleasure. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലതും വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഹിക്ക് സന്തോഷം തരും. When you watch many things in social media, your soul will have temporary pleasure. പാപങ്ങൾ ചെയ്യുമ്പോൾ അല്പം സന്തോഷം കിട്ടും. When you commit sin, you have temporary pleasures. പക്ഷെ അത് അതിന്റെ കൂടെ മരണം കൊണ്ടുവരുന്നുണ്ട്. But with that, it is bringing death. അതിനെ നമുക്ക് ഉപേക്ഷിക്കാം. And we need to reject all this. നമുക്ക് ആത്മാവിലേക്ക് മടങ്ങി Let വരാം. us come back to the Spirit. ദൈവത്തിങ്കിലേക്ക് മടങ്ങി Let us വരാം. come back to God. ദൈവത്തിന്റെ തേജസ്സിങ്കിലേക്ക് മടങ്ങി Let us വരാം. come back to the glory of God. യേശുവിനെ സഭയ്ക്ക് തന്നത് സഭയെ നിറയ്ക്കാൻ വേണ്ടിയാ. God has given Jesus to the church to fill the church. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് യേശുവിനെ കൊടുത്തിരിക്കുക. And God has given Jesus Christ who fills all things in all. ആ യേശു നമ്മെ നിറയ്ക്കുകയാണ്. And Jesus is filling us. ആ നിറവ് സാന്നിധ്യം കൊണ്ടും
തേജസ് കൊണ്ടുമാണ്. And that fullness is by His presence and His glory. സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു, And we are experiencing His presence. ആനന്ദിക്കുന്നു, We are enjoying His presence. സന്തോഷിക്കുന്നു, We enjoy. സമാധാനം We അനുഭവിക്കുന്നു, experience joy and വിശ്രമം peace. അനുഭവിക്കുന്നു, We experience rest. സ്നേഹം We അനുഭവിക്കുന്നു, experience love. ജീവൻ We അനുഭവിക്കുന്നു. experience life. മറുസൈഡിൽ അത് നമ്മുടെ സ്വഭാവമാകുകയാണ്. And the other side, it becomes our character. ദൈവത്തിന്റെ സ്വഭാവം, The character of God. ക്രിസ്തുവിന്റെ The സ്വഭാവം, character of Jesus. പരിശുദ്ധാത്മാവിന്റെ The സ്വഭാവം character of the Holy Spirit നമ്മുടെ അകത്ത് നിറയുകയാണ്. is feeling in us. ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക, And we are receiving glory upon glory. തേജസ്സിന്മേൽ തേജസ് We are പ്രാപിക്കുക, receiving glory upon glory. ജീവന്റെ മേൽ ജീവൻ We are പ്രാപിക്കുക, receiving life upon life. കൃപ മേൽ കൃപ We are പ്രാപിക്കുക, receiving grace upon grace. ശക്തി നമ്മുടെ മേൽ And He പകരുകയാണ്, is imparting power upon അവന്റെ us. കൃപ നമ്മുടെ മേൽ He is പകരുകയാണ്, imparting His grace upon us. യേശു നമ്മൾ And വെളിപ്പെടുകയാണ്, Jesus is manifesting in അവന്റെ us. തികഞ്ഞ പുരുഷത്വം And we are നമുക്കുണ്ടാകുകയാണ്, receiving His perfect man. അവന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് And we are നമുക്കുണ്ടാകുകയാണ്, receiving the stature of His fullness. അവ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും And വളരുകയാണ്. we are growing to the head of that is Jesus അങ്ങനെ നാം Christ. യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി And തീരുകയാണ്. we are conforming to the image of Jesus Christ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. Let us stand together and ഈ pray. വചനങ്ങൾ നമ്മുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ. Let the Holy Spirit reveal this word within us. ഈ വചനങ്ങൾ നമ്മെ നിറയ്ക്കട്ടെ. Let these words be filled in us. ഈ വചനം നമ്മുടെ അകത്ത് ജീവനാകട്ടെ, Let these words become life in us. ആത്മാവാകട്ടെ, Let it become spirit in us. Let തേജസ്സാകട്ടെ, it become glory. ദൈവത്തിന്റെ Let it സ്വഭാവമാകട്ടെ. become God's character. ക്രിസ്തുവിന്റെ എല്ലാ നിറവും നമുക്ക് തരുകയാണ്. Jesus is giving us all His fullness. ക്രിസ്തുവിന്റെ എല്ലാ നിറവും നമുക്ക് He's തരുകയാണ്. giving all the fullness of Jesus. പിതാവാം ദൈവത്തിന്റെ എല്ലാ നിറവും നമുക്ക് തരുകയാണ്. Giving all the fullness of the Father. ഓ, എത്ര വലിയ ഭാഗ്യകരമായ പദവിക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത്. Oh, how great position or purpose that God has called us for. ദൈവത്തിന്റെ മക്കളാകാൻ, To become His children. ഓ അവന്റെ പ്രിയ To മക്കളാകാൻ, become His dear children, അവനെ beloved പോലെ children. ആകാൻ, To become like Him. അവനെ പോലെ ഭൂമിയിൽ നടക്കാൻ, Walk in this world like Him. പാപത്തെ ജയിക്കുന്നവരായി, As ones who overcome sin. ജഡത്തെ As ജയിക്കുന്നവരായി, one who have victory over the ലോകമോഹങ്ങൾ flesh. ജയിക്കുന്നവരായി, As one who have victory over the lust for സാത്താനെ this world. ജയിക്കുന്നവരായി, As one who have victory over Satan. വിശുദ്ധരായി, As holy people. യേശുവിന്റെ സൈന്യമായി, As an army of Jesus. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്നും വരുന്ന യുവാക്കളായ മഞ്ഞുപോലെ യേശുവിന്റെ ഒരു സൈന്യമായി എഴുന്നേൽക്കേണ്ടത്. As an army of God with holiness. കർത്താവ് നമ്മെ എഴുന്നേൽപ്പിക്കുക, He is rising us up. അവൻ നമ്മെ നിറയ്ക്കുകയാണ്. He is filling us. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകും മുമ്പ് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണ്. When you go back home today, this word is filling in you. നമ്മുടെ അകത്തുള്ള ദുർനിക്ഷേപങ്ങളെ നീക്കം He's ചെയ്യുകയാണ്. removing all the bad treasures from within എല്ലാ us. ശുദ്ധികളും നീക്കം He's ചെയ്യുക. removing all uncleanness. നമ്മുടെ അകത്ത് ആ വലിയ ശ്രേഷ്ഠമേറിയ വിശ്വാസം സ്വീകരിക്കുക. And we are receiving that great and finest of faith. ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് മാറുകയാണ്. And we are shifting from flesh to the spirit. നാം ഇപ്പോൾ തന്നെ ജഡത്തിലല്ല, Even now we are not in the flesh. നമ്മൾ ആത്മാവിലാ. We are in the spirit. കാരണം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, Because the Holy Spirit is abiding in ദൈവത്തിന്റെ us. നിറവുണ്ട്, And we have the fullness of God. ദൈവത്തിന്റെ We ജീവനുണ്ട്. have the life of God. പരിശുദ്ധാത്മാവ് പ്രാപിച്ച എല്ലാവരും ആത്മാവിലാണ്. Everyone who received Holy Spirit are in the Spirit. നമ്മൾ ഇനി ആത്മാവ് നടക്കാൻ Now പഠിക്കുകയാണ്. we are learning to walk in the Spirit. ആത്മാവിൽ ജീവിക്കാൻ We are പഠിക്കുകയാണ്. learning to live in the Spirit. ആത്മാവ് പ്രവർത്തിക്കാൻ We പഠിക്കുകയാണ്. are learning to work in the Spirit. ആത്മാവിൽ ചിന്തിക്കാൻ We are പഠിക്കുകയാണ്. learning to think in the ആത്മാവിൽ Spirit. സംസാരിക്കാൻ We are പഠിക്കുകയാണ്. learning to speak in the Spirit. ആത്മാവിൽ കൊടുക്കാൻ We പഠിക്കുകയാണ്. are learning to give in the Spirit. ആത്മാവിൽ ഒത്ത് ജോലി ചെയ്യാൻ We പഠിക്കുകയാണ്. are learning to work by with the Spirit. ദൈനംദിന ജീവിതം അടുക്കളയിലും ഓഫീസിലും എല്ലാ സ്ഥലത്തും നമ്മൾ ആത്മാവിലേക്ക് മാറുകയാണ്. In every part of our daily life, in office, in work, in kitchen, we are shifting to the Spirit. അതിന്റെ കൃപ And തന്നിരിക്കുകയാണ്. God has given us that grace. അത് അവൻ വേഗം And He's ചെയ്തുകൊണ്ടിരിക്കുക. doing it fast. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender to Him. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ നാം തികച്ചുകൊള്ളണം. Beloved brethren, because we have these great promises, we need to work out, we need to cleanse ourselves from all the filthiness of the flesh and of the spirit, and perfect holiness in the fear of the ആ Lord. കരങ്ങൾ ഉയർത്തി ഈ വചനം സ്വീകരിച്ചാൽ, Let us lift up our hands and receive this ആ word. കരം ഉയർത്തുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രക്രിയയാണ്. This is a work of faith.
ആ കരം ഉയർത്തി സ്വീകരിച്ച് We are lifting up our hands and receiving this. വാ തുറന്ന് Let സ്വീകരിച്ച് us open our mouth and receive this ബുദ്ധി word. തുറന്ന വെളിപ്പാട് Let us സ്വീകരിച്ച് open our brains and receive this ആ revelation. തേജസ്സിന്റെ നിറവിനെ സ്വീകരിച്ച് Let us receive the fullness of the ആ glory. ക്രിസ്തുവിന്റെ സ്വഭാവം Let സ്വീകരിച്ച് us receive the nature of Jesus. ദൈവത്തിന്റെ എല്ലാ നിറവും സ്വീകരിച്ച് Let us receive all the fullness of God. പരിശുദ്ധാത്മാവിന്റെ നിറവ് Let us സ്വീകരിച്ച് receive all the fullness of the Holy ക്രിസ്തുവിന്റെ Spirit. ദാനങ്ങൾ Let us സ്വീകരിച്ച് receive the gifts of Jesus. തികഞ്ഞ പുരുഷത്വം Let us സ്വീകരിക്കുക receive the perfect man. തികഞ്ഞ പുരുഷത്വം സ്വീകരിക്കുക We are receiving the complete man. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത പ്രായത്തിന് അളവ് പ്രാപിക്കുക We are receiving the stature of the fullness of യേശുവിനെ Jesus. പോലാകുക We are becoming like Jesus. യേശുവിനെ പോലാകുക We are becoming like Jesus. യേശുവിനെ പോലാകുക We are becoming like Jesus. യേശുവിനെ We പോലാകുക are becoming like Jesus. യേശുവിനെ പോലാകുക We are becoming like Jesus. യേശുവിനെ We പോലാകുക are becoming like Jesus. യേശുവിനെ പോലാകുക We are becoming like Jesus. സാന്നിധ്യം അനുഭവിക്കുക We are experiencing His തേജസ് presence. അനുഭവിക്കുക We are experiencing ഓ His glory. ദൈവത്തിന്റെ പരിശുദ്ധം എല്ലാവരും The ബലപ്പെടുത്തുകയാണ് Holy Spirit is strengthening നിങ്ങളുടെ everyone. ബുദ്ധിയെ He's തുറക്കുകയാണ് opening your understanding. നിങ്ങളുടെ ബുദ്ധിയെ He's തുറക്കുകയാണ് opening your understanding. ഹൃദയങ്ങളെ He's തുറക്കുകയാണ് opening your heart. വചനത്തിന്റെ വെളിപ്പാട് The ഇറങ്ങുകയാണ് revelations of this word is വചനത്തിന്റെ entering in ശക്തി you. The ഇറങ്ങുകയാണ് power of the word is വചനത്തിന്റെ entering in ജീവൻ you. The ഇറങ്ങുകയാണ് life of the word is coming in you. പരിശുദ്ധാത്മാവ് നിങ്ങളെ The ബലപ്പെടുത്തുകയാണ് Holy Spirit is strengthening you. ഓ